ഹരേ കൃഷ്ണ. ഭഗവാന്റെ ചോറൂണിൻ്റെ സമയത്ത് ഉണ്ടായ ഒരു വിശേഷം, അതിനെക്കുറിച്ച് ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ യശോദ ശിശു എന്ന് പറയുന്ന കൃതിയിലെ ഒരു ശ്ലോകം കേട്ടോ. അതിന്ന് ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്. അപ്പോൾ ഇതൊന്നും ഒരു ഓർഡറിലല്ല കേട്ടോ പോണത്. കാരണം ചോറൂണൊക്കെ ആദ്യം കഴിയേണ്ടതാണ്. നമ്മൾ പറഞ്ഞു വന്ന കഥയിൽ ഭഗവാൻ മുട്ടുകുത്താൻ തുടങ്ങിയിട്ടുണ്ട്, നീന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം അതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ അത് പറയണമെന്നേ ഉള്ളൂ. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയാതെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ പറയുകയാണ്, ഭഗവാനെ അലങ്കരിക്കാനേ ചോറൂണല്ലേ. അപ്പോൾ യശോദമ്മയ്ക്കാണെച്ചാൽ എത്ര അലങ്കരിച്ചാലും മതിയാവില്ല ഉണ്ണിയെ. അത്ര ആറ്റുനോറ്റ് കിട്ടിയ ഉണ്ണിയല്ലേ, ഒരുപാട് കാലം മക്കളില്ലാതെ കഴിഞ്ഞിട്ട് കിട്ടിയ ഉണ്ണിയാണ്. അതാണെച്ചാലും സർവ്വ സൗന്ദര്യ സംഗ്രഹം, അങ്ങനെ സുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണിക്കുട്ടനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഭഗവാനെ അലങ്കരിക്കാനാണെച്ചാൽ അത്ര മോഹമാണ്, ഇഷ്ടമാണ്. ഭഗവാനാണെങ്കിലോ ഭഗവാനെ കുറിച്ച് എന്താ പറയുക? മഹാദേവനെ പറയുക അഭിഷേകപ്രിയൻ എന്നാണ്, ശ്രീഹരിയെ പറയുക അലങ്കാരപ്രിയൻ. എത്ര പുറപ്പെട്ടാലും മതിയാവില്ല ഭഗവാന്. അപ്പോൾ ഭഗവാൻ ബാക്കി എന്തിനെടുത്താലും ശരി നല്ല വാശിയാണ്. പക്ഷെ അമ്മ അലങ്കരിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അനങ്ങാതെ കടന്നു കൊടുക്കുന്നതാണ്. കാരണം അത്ര ഇഷ്ടമാണ് ഭഗവാൻ അലങ്കരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് അലങ്കരിച്ച് നല്ല ഭംഗിയിൽ പട്ടൊക്കെ ഉടുപ്പിച്ചിട്ട് അല്ലെ, എന്നിട്ട് എന്താ കണ്ണൊക്കെ എഴുതിച്ചിട്ടുണ്ട്, കുറിയൊക്കെ തൊടിയിച്ചിട്ടുണ്ട്, ആഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പണ്ടങ്ങൾ ഇഷ്ടം പോലെയാണെന്നാണ്. ഒട്ടൊരു പറയാണ്, ബന്ധുക്കൾ ചോറൂണിനു കൊണ്ടുവന്ന പണ്ടങ്ങളെല്ലാം അണിയിക്കുവാനായി സ്ഥലം വപുസ്സിൽ തികയാതെ വന്ന യശോദ തൻ പൊന്മകനി തൊഴുന്നേൻ. അത്രയധികം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. ബന്ധുക്കളും അതെ, അവർക്കും അത്രയും സന്തോഷം. ഇത്രയും കാലത്തിന് ശേഷം ഒരു ഉണ്ണി ഉണ്ടായതാണ് അല്ലേ. അപ്പോൾ ആ ഉണ്ണിയെ കാണാൻ വരുന്ന സമയത്ത് അവരിഷ്ടംപോലെ പണ്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ. അതുമാത്രമല്ല, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ യശോദാദേവി ഗർഭിണിയായ സമയത്ത് ജ്യോത്സ്യന്മാരൊക്കെ വന്നിട്ട് ഉണ്ണിയാണോ കുട്ടിയാണോ എന്നൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടി ഉണ്ടാവും എന്നാണ് കണ്ടിരുന്നത്. കുട്ടി ഉണ്ടാവുന്ന. അപ്പം അതിനനുസരിച്ച് അവർ ചോറൂണിന് വരുന്ന സമയത്ത് അത്രയധികം ഇപ്പോൾ വാങ്ങി വെച്ചതിപ്പോൾ എടുത്തു വയ്ക്കാൻ പറ്റുമോ? അവിടെ ഉണ്ടായത് ഉണ്ണിയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് എന്തായാലും കൊണ്ടുവരിക എന്നുള്ള ഭാവത്തിൽ എല്ലാം കൂടി കൊണ്ടുവന്നു എന്നാണ്. നമുക്ക് കഥ അറിയാം, ഉണ്ടായത് കുട്ടി തന്നെയാണ്, പക്ഷെ മാറ്റി കിടത്തിയതാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവർക്കതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും വാങ്ങി വെച്ച പണ്ടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കെട്ടു വന്നു. ഇപ്പം എന്താ വെച്ചാൽ ഭഗവാന്റെ ദേഹത്തിലെ വപുസിൽ ചാർത്താൻ സ്ഥലമില്ല, അത്രയധികം പണ്ടങ്ങളാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ആ പണ്ടങ്ങളെ കൊണ്ട് അലങ്കാരപ്രിയനായ ഭഗവാൻ അലങ്കാരങ്ങളെ കൊണ്ടും എന്താ ബുദ്ധിമുട്ടിയ രീതിയിൽ എന്നിട്ടും അത് ആസ്വദിച്ച് നിൽക്കണ ആ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ടാണ് ഒട്ടൂര് ആ ശ്ലോകം സമർപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത് ഓർമ്മ വന്നപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഹരേ കൃഷ്ണ.